ബ്രദർ, ഇത് കോട്ടയത്തു നിന്ന് വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ്. മിനി തങ്കച്ചൻ എന്നാണ് പേര്. ഈ സിസ്റ്റർ ഒത്തിരി കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഈ സിസ്റ്റർ ഒന്നാമത് പറയുന്നത് കാൽമുട്ടിന് വേദനയായിരുന്നു, തേയ്മാനമായിരുന്നു, തനിയെ നടക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഇന്ന് തന്നെയാണ് വന്നത്. ആ ബുദ്ധിമുട്ടുള്ള നാളുകൾക്ക് മുമ്പ് നടന്നത് ഇപ്പം നടന്നതാണോ? തിരുവല്ല ചർച്ചിൽ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. തിരുവല്ല നടന്നത് 3 കൊല്ലം മുമ്പ് നടന്ന കാര്യം. 2018 സൗഖ്യമായത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചിലരൊക്കെ പറയാറുണ്ട് അതൊക്കെ ഗിമിക്കാണ്. ഗിമിക്കല്ലെന്നേ, 18 നടന്ന കാര്യമായി, 23 നിങ്ങളെന്താ കൈയടിക്കാത്ത? 5 കൊല്ലമായി. 5 കൊല്ലം മുമ്പ് യോജിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, കാലിന് തേയ്മാനമായിരുന്നു, ഒരാളുടെ സഹായം വേണമായിരുന്നു. അന്ന് വന്നത് അങ്ങനെയാണോ? ഒരാളുടെ സഹായമായിട്ട് 2018 വന്നയാളാണ് ഇവിടെ നിൽക്കുന്നത്. 5 കൊല്ലമായി താൻ ആരോഗ്യത്തോടെ ഇരിക്കുക. ചേച്ചി പറയുന്നത് 14 വർഷങ്ങൾ ചേച്ചിയുടെ പണയത്തിലായിരുന്നു ഇത്, വസ്തുവും അതിൻ്റെ പ്രമാണവും ഒക്കെ. അപ്പോൾ ചേച്ചി പറയുന്നത് ബ്രദർ ഇങ്ങനെ മീറ്റിങ്ങിന് ജപ്തി ഭീഷണിയിലുള്ളവർ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാനായിട്ട്. അന്നേരം ഈ ചേച്ചി എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. ഈ ചേച്ചി പറയുന്നത് ആ ജപ്തി ഭീഷണി പൂർണ്ണമായിട്ട് മാറിപ്പോയി, ആ സ്ഥലമൊക്കെ വിൽക്കാനിടയായി തീർന്നു, പ്രമാണമൊക്കെ ചേച്ചിയുടെ കൈ കിട്ടിയെന്നാണ് ചേച്ചി. കൈ അടിച്ച കർത്താവിനെ സ്തുതിച്ച്, അതൊക്കെ വലിയ കാര്യമാണ് യേശു ചെയ്ത. അതുപോലെ ഈ ചേച്ചി പറയുന്നത് ഹസ്ബൻഡ് മരിച്ചുപോയി, മോന് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, വീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി, 6 പേര് വീട്ടിലുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായപ്പോൾ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ സിസ്റ്റർ പൂർണ്ണമായിട്ട് വിടുതലുണ്ടായി, മോന് ജോലി കാര്യങ്ങളെല്ലാം നടന്നു. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആമേൻ. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കൊറോണയുടെ സമയത്ത് മോളുടെ വിവാഹം നടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ മനോഹരമായി അനുഗ്രഹീതമായ മോളുടെ വിവാഹം നടന്നു എന്നാണ് സാക്ഷ്യം പറയുന്നത്. ചിലർ പറയുന്ന അനുഗ്രഹമൊന്നും ഇല്ലെന്നാണ്, എല്ലാം നിത്യജീവൻ മാത്രം ഉള്ളതെന്നാണ്. ഈ ചേച്ചിക്ക് മൊത്തം അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാള് മോശമായിട്ട് ജീവിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇവർ നിത്യതയിലേക്ക് ഓരോ ദിവസം നടക്കത്തേ ഉള്ളൂ. ബ്ലെസ് യു സിസ്റ്റർ, സന്തോഷമായിട്ട്.